വെൽഫെയർ പാർട്ടിയെ യു.ഡി.എഫിൽ എടുക്കുന്നത് സംബന്ധിച്ച് യു.ഡി.എഫ് നേതൃത്വത്തിൽ ഭിന്നത. ആശയപരമായി ഒപ്പമുള്ളവരെ മാത്രം യു.ഡി.എഫിൽ എടുത്താൽ മതിയെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഞങ്ങളത് യു.ഡി.എഫിലേക്ക് വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അവരവരുടേതായ കാരണങ്ങളാൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവില്ല. അതിനോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികൾ യു.ഡി.എഫിൻ്റെ അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ശരണ്യ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ശരണ്യ, ഇത് പരസ്യമായ രഹസ്യമാണല്ലോ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമൊക്കെ യു.ഡി.എഫിനെ സംബന്ധിച്ച്. അത് നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ മുന്നണിയിലെടുക്കുന്നൊരു പ്രശ്നം വരുമ്പോൾ അങ്ങനെ പരസ്യമായി മുന്നണിയിലേക്ക് കൊണ്ടുവരണ്ട എന്നൊരു നിലപാടാണോ? രഹസ്യമായി നമുക്ക് നീക്കുപോക്കുകൾ നടത്തിക്കളയാം, പക്ഷെ പരസ്യമായിട്ട് വേണ്ട എന്നാണോ ലീഗൊക്കെ ഇപ്പോൾ പറയുന്നത്? അതിലൊരു ആശയക്കുഴപ്പം യു.ഡി.എഫ് നേതൃത്വത്തിന് മുൻപിലുണ്ടോ? തീർച്ചയായും മനു, അങ്ങനെ ഒരു ആശയക്കുഴപ്പം യു.ഡി.എഫിന്റെ നേതൃത്വത്തിലുണ്ട്. കാരണം കോൺഗ്രസ് അടക്കം അവർക്കൊരു മനോഭാവമുള്ളത് വെൽഫെയർ പാർട്ടിയെ യു.ഡി.എഫ് മുന്നണിയിലേക്ക് എടുക്കാം എന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെല്ലാം തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രത്യക്ഷത്തിലല്ലെങ്കിലും നമുക്കറിയാം, പല ഭാഗങ്ങളായി നമ്മൾ കണ്ടതാണ് വെൽഫെയർ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പല കോൺഗ്രസ് നേതാക്കളുടെയും എല്ലാം തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ഫലം വന്നതിന് ശേഷം ലീഗിൽ നിന്ന് വരുന്ന പ്രതികരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായി ഒരു സഖ്യത്തിന്, അവർ മുന്നണിയിലേക്ക് വരുന്നതിനോട് വലിയ താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നില്ല. ആശയപരമായി ഒപ്പമുള്ളവരെ മാത്രം മുന്നണിയിൽ എടുത്താൽ മതി എന്നുള്ള ഒരു തരത്തിലാണ് ലീഗ് പ്രതികരിച്ചിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുടെ കാര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് കൃത്യമായി തന്നെ പറയുന്നത് വെൽഫെയർ പാർട്ടി യു.ഡി.എഫ് വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. അവരോട് വോട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആശയം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ആ ആശയത്തിനൊപ്പം നിൽക്കുന്നവർ മാത്രം നാട്ടുകാർ വിശ്വസിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? ഞങ്ങള് ആരോട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയുമില്ല എന്ന് പൊതുസമൂഹം വിശ്വസിക്കണമെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതെ 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 തീർച്ചയായും. കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. ശരി ശരി ഏതായാലും നമ്മുടെ മുൻപിൽ തെളിവുകളും അല്ലെങ്കിൽ വസ്തുതകളൊക്കെ നിലനിൽക്കുകയില്ല. അപ്പോഴാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഒരു അഭിപ്രായം പറയുന്നത്. വിവരങ്ങളാണ് ശരണ്യ നമുക്ക് കോഴിക്കോട് നൽകിയത്.